മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ദമ്പതികൾക്ക് ഒരു 10 നിർദ്ദേശങ്ങൾ നൽകുവാനാണ് ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, ഒരേ സമയം രണ്ടുപേരും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. പ്രായോഗികമായ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിൽ ചെന്നപ്പം എൻ്റെ ഭാഷയിൽ പറഞ്ഞ അരം പ്ലസ് അരം കിന്നരമാണ്. രണ്ടും കൂടെ ഭയങ്കര വേണം. പരിസരബോധം മറന്ന് ബഹളം പിടിച്ചു. കാരണം അങ്ങ് ഒച്ചമൂത്ത് കഴിയുമ്പോൾ പറഞ്ഞാൽ അച്ഛനുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല. രണ്ടുപേരും പറയും അച്ഛനോടുള്ള അവഗണനയൊന്നും അല്ലത്. വഴക്ക് പിടിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഒരാൾ അങ്ങനെ ദേഷ്യപ്പെടുന്നതിന് മറ്റേ ആൾ പതുക്കെ ഒന്ന് താന്നു കൊടുത്തേക്കുക. നിങ്ങളുടെ പുരയ്ക്ക് തീ പിടിച്ചാലല്ലാതെ ഉച്ചത്തിൽ ആക്രോശിക്കരുത്. നമ്മുടെ ബഹളമൊക്കെ ഡയലോഗുകാർ വിചാരിക്കും എന്തായി സംഭവിക്കും. അവരെല്ലാം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത് നമ്മുടെ വീട്ടിൽ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. മൂന്നാമത്, നിങ്ങളിൽ ഒരാൾക്ക് തർക്കത്തിൽ വിജയിക്കണോ, അതിനുള്ള കുറുക്ക് വഴി ജീവിത പങ്കാളിയെ വിജയിക്കാൻ അനുവദിക്കുകയാണ്. അവൾ വിജയിച്ചോട്ടെ, അല്ലാതെ ഞാൻ വിജയിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങളാണ് വിജയിക്കുന്നത്. ആത്യന്തികമായിട്ട് അതാണ് വിജയമെന്ന് മനസ്സിലാക്കുക. നാലാമത്, ജീവിത പങ്കാളിയെ വിമർശിക്കേണ്ടതായി വന്നാൽ സ്നേഹരൂപേണ ചെയ്യണം. എൻ്റെ ഭാഷ പറഞ്ഞാൽ സത്യം സ്നേഹത്തിൽ അവതരിപ്പിക്കുക, സ്നേഹത്തോടെ പറയുക. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്വീകരിക്കപ്പെടും. യോഹന്നാൻ 13:34-35 നമുക്കറിയാം, തമ്മിൽ സ്നേഹിക്കുക. സ്നേഹമാണ് കറക്ഷൻ്റെ പുറകെ നിൽക്കേണ്ടത്. നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആ കറക്ഷൻ സ്വീകരിക്കാനും ഇടയാകും എന്നുള്ളത് ഓർക്കുക. 5, മുൻകാല വീഴ്ചകളും കുറവുകളും കുത്തിപ്പൊക്കി സംസാരിക്കരുത്. നീ എന്നോട് കൂടുതലൊന്നും പറയണ്ട, പഴയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പഴയ ഏതോ കാര്യം ഓർത്തുകൊണ്ട് അടിച്ചു വിടുന്നതാണ്. അത് നല്ലതല്ല. ക്ഷമിക്കുക. മത്തായിയുടെ സുവിശേഷം 6:15 പറയുന്നു, നീ ക്ഷമിക്കുന്നില്ല, ദൈവം ക്ഷമിക്കില്ല. അപ്പം ജീവിത പങ്കാളിയോടാണ് ഈ പരസ്പരം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഉദ്ദേശിക്കുക. ക്ഷമിച്ച് മുന്നോട്ട് നീങ്ങണം. 6, വേണ്ടി വന്നാൽ ഈ ലോകത്തെ തന്നെ അവഗണിച്ചോളൂ, എന്നാലും ജീവിത പങ്കാളിയെ അവഗണിക്കാൻ പാടില്ല. ജീവിത പങ്കാളിയെ അവഗണിച്ചാൽ അത് ആർക്കാണെങ്കിലും, ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഫീൽ ചെയ്യും. ഞാൻ ഓർക്കുന്നുണ്ട്, വീനായിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഭാര്യയെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. പിറ്റേ ദിവസമായുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛോ ഇന്നലെ എനിക്ക് കടക്കപ്പുറത്ത് ഇല്ലായിരുന്നു, ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാണ്. പങ്കാളിക്ക് അത് ഫീൽ ചെയ്യും സ്വാഭാവികമായിട്ടും. അത് നമ്മൾ ശ്രദ്ധിക്കണം, അവഗണിക്കരുത്. 7, പറഞ്ഞു തീർക്കാത്ത പ്രശ്നങ്ങളുമായി ഒരു ദിവസം പോലും ഉറങ്ങാൻ പോകരുത്. തിരുവചനത്തിൽ പറയുന്നതാണത്. എഫെസ്യസ് 4:26-27, കോപിച്ചു കൊള്ളുക, എന്നാൽ നിങ്ങളുടെ കോപം സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കരുത്, അത് രമ്യപ്പെട്ടേ കിടന്നുറങ്ങാവൂ എന്നാണ് ചുരുക്കം. 8, ജീവിത പങ്കാളിയുടെ നന്മ കണ്ട് എല്ലാ ദിവസവും ഒരു നന്മയെങ്കിലും ജീവിത പങ്കാളിയോട് പറയണം. ഒത്തിരി നന്മകൾ കാണും, ഒരു നന്മയെങ്കിലും പറയണം. ഒരു വാശി പിടിക്കണം. അതെങ്ങനെയെങ്കിലുമൊക്കെ ഭാഷ മാറ്റിയൊക്കെ പറയാൻ പറ്റും, അത് വേണം. കരുണയുള്ള വാക്കും പ്രവൃത്തിയും ആണ്. കരുണയുടെ വർഷത്തിലാണ് നമ്മൾ നിൽക്കുക. അതാവശ്യമാണ്, അത് കൊടുക്കണം. 9, എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ മാപ്പ് പറയാൻ മടിക്കരുത്. നമ്മൾ തെറ്റ് ചെയ്തു പോയെങ്കിൽ ഐ എം സോറി എന്ന് പറയാനായിട്ട് ഒരു മടിയും വേണ്ടത് വിജയമാണ്. 10, ഓർക്കുക, ഒരു കലഹമുണ്ടാക്കാൻ 2 പേര് വേണം. പക്ഷെ ഏറ്റവും കൂടുതൽ സംസാരിക്കുക തെറ്റ് കൂടുതൽ ചെയ്തയാളായിരിക്കും. ഒരു കലഹത്തെ നമുക്ക് വിലയിരുത്തി നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഒച്ചത്തിലും ബഹളം വെച്ച് സംസാരിക്കുന്നത് തെറ്റ് ചെയ്തെന്നുള്ളിൽ കിടന്ന് ബോധമുള്ളതുകൊണ്ടാണ്. അതിനെ മറയ്ക്കാൻ വേണ്ടി ഉറക്കെ സംസാരിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കും. മാറി നിൽക്കുന്നവർക്കറിയാം അയാളാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തതെന്ന്. ഈ 10 കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തുക. നമ്മുടെ കുടുംബജീവിതം കൂടുതൽ മംഗളകരമാക്കി തീർക്കുവാൻ ഈശോ അനുഗ്രഹിക്കും. ഇങ്ങനത്തെ കത്തുകളിലേക്ക് കിടക്കാം. കത്തുകൾ ആരുടെയാണ്? അച്ചപ്പാലായിൽ നിന്ന് അന്തോണിച്ചനാണ് ഈ കത്തെഴുതുന്നത്. അച്ഛ, വലിയ വിഷമത്തോടു കൂടിയാണ് ഞാൻ എഴുതുക. എൻ്റെ ഇടവകക്കാരനായ ഈ നാട്ടിലെ റബ്ബർ വ്യാപാരിയും പ്രമുഖനുമായ ഒരാൾക്ക് എൻ്റെ റബ്ബർ ഷീറ്റും ഒട്ടുപാലും നൽകിയിരുന്നു. ആയതിനാൽ വില കണക്ക് കൂട്ടി തരുവാനായി ആവശ്യപ്പെട്ടപ്പോൾ എല്ലാം തന്നു തീർന്നു, ഇനി ഒന്നും തരുവാനില്ല എന്നാണ് അയാൾ കള്ളം പറഞ്ഞു. ഞാൻ സാമ്പത്തികമായി വളരെയേറെ വിഷമിക്കുന്ന ആളാണ്.
മറ്റു മാർഗം ഇല്ലാഞ്ഞതിനാൽ ഞാൻ ഉപഭോക്തൃ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും കേസ് എനിക്ക് അനുകൂലമായി മാറി വരുന്നു എന്നറിഞ്ഞ് അയാൾ കള്ള ഉടമ്പടികൾ ഉണ്ടാക്കി വ്യാജ രസീതുമായി കോടതിയിൽ നീങ്ങി. ഓന്തിൻ്റെ നിറം മാറുന്നതുപോലെ അവസോചിതമായി കോടതിയിൽ വ്യാജ ഉടമ്പടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രായമായ ഒരു മകൾ വിവാഹം ചെയ്യുവാനുണ്ട്. ഞങ്ങളുടെ വീട് നന്നാക്കേണ്ടത് എത്രയും അത്യാവശ്യമായ കാര്യമാണ്. പ്രശ്ന പരിഹാരത്തിനായി ഞാൻ ഇനി എന്ത് ചെയ്യണം? ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ കത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ വിഷയം ഞാൻ മനസ്സിലാക്കുന്നു. പുറമേ നല്ലവനായി കാണപ്പെട്ട അയാളുടെ പക്കൽ നിന്ന് അനീതിപരമായ ഇടപെടലുകൾ, അതാണ് ഇവിടെ പ്രശ്നം. എന്താണെന്ന് വളരെയധികം വിഷമത്തിലാക്കിയിരിക്കുകയാണ്. ഇതെന്നെ കേൾക്കുന്ന പലർക്കും ഒരു പാഠമാകേണ്ടതാണ്. നമ്മൾ പുറത്തൊക്കെ നല്ല മാന്യന്മാരാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ട, പള്ളിക്ക് വേണ്ടപ്പെട്ടവർ. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവഹിതമല്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെ വാക്യങ്ങൾ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ടല്ലോ. കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവിനെ വിളിക്കേണ്ടതല്ല, വിളിച്ചാൽ മാത്രം പോരാ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്കറിയാം. ദൈവഹിതമാകട്ടെ പരസ്പര സ്നേഹമാണ്. ദൈവഹിതം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ ദൈവഹിതം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് പരസ്പര സ്നേഹമാണ്. ഇത് നമ്മൾ ജീവിക്കാതെ വരുമ്പോൾ അത് വലിയ ഉതപ്പാണെന്ന് ഓർക്കണം. ഞാനിത് എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുക. വൈദികനാവട്ടെ, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന അൽമായ സഹോദരങ്ങളാകട്ടെ, ആരാണെങ്കിലും അത് ജീവിക്കാതെ വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയൊരു ഉതപ്പാണ്. ഈശോയുടെ ആൾക്കാരാണ്, ഈശോയുടെ സ്വന്തമാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ നമ്മളിൽ സ്നേഹമില്ലാതെ വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയ ഉതപ്പ് നൽകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അന്തോനിസിനോട് എനിക്ക് പറയാനുള്ളത്, വക്കീലന്മാർ വഴി ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത് നല്ലതാണ്. ഞാൻ പറയാൻ കാരണം, ഇത്ര നാൾ ഇങ്ങനെയൊക്കെ കേസ് കളിച്ച് മുന്നോട്ട് ഒന്നും ആയിട്ടില്ല. എത്ര നാളാണ് ഇങ്ങനെ പോവുക? കേസിൻ്റെ കാര്യം അങ്ങനെയാണ്. പലതരത്തിൽ ഇങ്ങനെ അവർ ഓരോ ഉടമ്പടിയൊക്കെ ആയിട്ട് വരും, അതുകൊണ്ട് വയ്ക്കും, തെളിവുകൾ വയ്ക്കും, അങ്ങനെ കിടക്കും. ഇത്രയും നാളും കളിച്ചിട്ട് എന്നാ കിട്ടി എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല. കുറേ നഷ്ടങ്ങൾ മാത്രം, അതല്ലേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അതിനായിട്ടൊന്ന് പരിശ്രമിക്കുക. വക്കീൽ വഴി ബന്ധപ്പെട്ടാൽ മതി. ന്യായമായ ഒരു ഒത്തുതീർപ്പുണ്ടായാൽ സമ്മതിച്ച് രമ്യപ്പെടുക, അതാ ഉദ്ദേശിച്ചത്. ഞാൻ നഷ്ടം സഹിക്കണമെന്നും അല്ല അച്ഛൻ പറയുന്നത്. ന്യായമായ ഒരു ഒത്തുതീർപ്പുണ്ടാവുകയാണെങ്കിൽ നമ്മളത് സമ്മതിക്കണം. വഴക്ക്, ശത്രുത നമുക്ക് ഉപകാരമാവില്ലല്ലോ. മത്തായി 5:23 നമ്മൾ പറയുന്നുണ്ട്, വാസ്തവത്തിൽ നീ ബലിപീഠത്തിങ്കൽ ബലിയർപ്പിക്കാൻ എത്തുമ്പോൾ ആർക്കെങ്കിലും നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ നീ ബലിവസ്തു വെച്ചിട്ട് പോയി രമ്യപ്പെടണം. അതുകൊണ്ട് രമ്യപ്പെട്ട് ബലിയർപ്പിക്കാൻ നമുക്ക് കഴിയണം, അതാണ് ലക്ഷ്യം. അതുകൊണ്ട് ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് ധാരാളമായി ചൊരിയപ്പെടുന്ന നിമിഷമാണ്. മകളുടെ വിവാഹം നടക്കാനുണ്ട്, വീട് പണി നടക്കാനുണ്ട്, എല്ലാം ഭംഗിയായി നടക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാം. അല്പം നഷ്ടം വന്നാലും, ഞാൻ കടത്തി പറയാണ്, അല്പം നഷ്ടം ഇനി വന്നാൽ പോലും രമ്യപ്പെട്ട് മുൻപോട്ട് പോവുക, അതാണ് ഏറ്റവും വലിയ നേട്ടമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനി എന്ന് പറയുന്നു, വഞ്ചിതരായ പണത്തിൻ്റെ പണവിടാളിൽ വഞ്ചിതരായ ഒരു പിതാവിനെ നമ്മളിവിടെ കാണുന്നത്. കുടുംബത്തിൻ്റെ ഭാരം, മകളെ വിവാഹം ചെയ്ത് അയക്കാൻ പ്രായമായി നിൽക്കുന്നു, വീട് അത്യാവശ്യമായ വീട് പണി നടക്കണം, ഇതെല്ലാം ഈ മകനെ, ഈ പിതാവിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെയേറെ ദുഃഖത്തോട് പറയണം. വരുമാനം റബ്ബർ ഷീറ്റ് ഒട്ടുപാലാണ് ആ പുള്ളികളുടെ ഏക വരുമാനമാണ് ഇവിടുത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ അത് കേസ് കളിച്ച് ഇപ്പം പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമായിരിക്കും. എങ്ങനെയെങ്കിലും എനിക്കത് തിരിച്ചു കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടുമാണ് ഈ പിതാവ് ഈ കേസിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ മകനെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. വചനം സങ്കീർത്തനം 75:6-7 വചനം പറയുന്നു, കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ വന്ന് നല്ല ഉയർച്ച വരുന്നത്, ഒരുവനെ താഴ്ത്തുന്നതും ഉയർത്തുന്നതും ദൈവത്തിൻ്റെ കരങ്ങൾ, അവിടുത്തെ വിധി നടപ്പാക്കുന്നത് ദൈവമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിജയത്തിലേക്കുള്ള വിധി നടപ്പാക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മുട്ടിപ്പായിരുന്ന ആ മനുഷ്യനോട് ക്ഷമിച്ച്
എന്തെങ്കിലും ഒത്തുതീർപ്പിലേക്കാണോ എന്ന് അച്ഛൻ്റെ അഭിപ്രായത്തിലൂടെ ഞാൻ യോജിക്കുന്നത്. കേസ് കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാമ്പത്തിക നഷ്ടവും കാലതാമസവും വന്നുകൊണ്ടിരിക്കുക. ഓ, മിനിയുടെ അഭിപ്രായത്തിൽ അച്ഛനെ മിനി നന്നായിട്ട് മനസ്സിലാക്കുന്നു. എങ്കിലും കേസ് കളിച്ച് മുന്നോട്ട് പോകാതെ പ്രാർത്ഥനാപൂർവം അത് എത്രയും വേഗം തീർക്കുവാനുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ജെയിംസ് എന്ന് പറയുന്നു, ഈ നമ്മുടെ സഹോദരൻ അന്തോണിച്ചന് ഈ പറ്റിയ അക്കടി നമ്മുടെ ഇടയിൽ ഒത്തിരി പേർക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യമാണ്. അത് ശരി. വിവേകം ഇല്ലാതെ അന്യായമായിട്ട് എന്നല്ലെങ്കിൽ ആലോചന കൂടാതെ ഒരുവനെ അങ്ങ് വിശ്വസിച്ചു. വിശ്വസിച്ചതിൻ്റെ പേരിൽ ഇതുപോലെ അനേകർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു മാതൃകാപരമായ ഉത്തരവും കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഇന്ന് ഇതിലൂടെ ലഭിക്കുക. അതിന് അത്ഭുതകരമായ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു കാര്യം ആ വ്യക്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിച്ചതുപോലെ നമ്മളുടെ തെറ്റ് ക്ഷമിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ സഹോദരൻ പണം നൽകുവാനുള്ള വ്യക്തിയോട് ക്ഷമിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ശത്രുവിനോട് നീ ക്ഷമിക്കുക വഴി നീ അവൻ്റെ തലയിൽ അഗ്നി കൂട്ടും. അതിനങ്ങനെ പറയുന്നത്. ശത്രുവിനോട് ക്ഷമിക്കുമ്പോൾ അവനെ അനുഗ്രഹിക്കുമ്പോൾ അവൻ്റെ ശിരസിൽ നീ അഗ്നി കൂട്ടും. അപ്പോൾ അവൻ്റെ അഗ്നി എന്താണ് ഇവിടെ പറയുന്നത്? അഗ്നി എന്ന് പറയുന്നത് അവനിൽ പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയാണ്. അത് പ്രവർത്തിക്കാൻ തുടങ്ങും. തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ കാണുവാനായിട്ട് അവനോട് ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഒരുവൻ ഇപ്രകാരം സമ്പാദിച്ചാൽ എത്ര കാലം പിടിച്ചു തീർക്കാൻ പറ്റും? ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ജെറമ്യാ പ്രവാചകൻ പറയുന്നത് 17-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാണ് അന്യായമായ സമ്പത്ത് സമ്പാദിക്കുന്നവൻ. കുഞ്ഞ് വിരിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞതിൻ്റെ വഴിക്ക് പോകും. അത്രയും കാലം ഇരുന്ന് വെറുതെയാവും. കാക്കക്കൂട്ടിൽ കുയിലിൽ മുട്ടയിടുന്നത് പോലെ തന്നെ അത് പറയാം. കുയിലായി കഴിയുമ്പോൾ കുയിലിൻ്റെ വഴിക്ക് പോകും. വെറുതെ ആയും ഈ അധ്വാനം നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് ആശ്വാസത്തിന് വേണ്ടി പറയുകയല്ല, പിന്നെ ഒരു അറിയിപ്പും ഇങ്ങനെ ഇതേ ശൈലി ജീവിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു അറിയിപ്പ്, അതുപോലെ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു താക്കീതും എല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചോദ്യം ഉത്തരവും എല്ലാം കണക്കിലാക്കി എടുക്കാം. അപ്പോൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഫലമുണ്ട്. ഇത് പ്രത്യേകിച്ച് അപ്പോൾ അച്ഛനും ബാക്കി മാർഗങ്ങളൊക്കെ അച്ഛനും മിനിയും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ ചിന്തയിൽ വന്നത് ഇതാണ്, ഇനി അവനോട് ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും അത്ഭുതം കാണാൻ പറ്റും. നമ്മുടെ ജെയിംസ് പ്രത്യേകമായിട്ട് പറയുന്നത് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കുമ്പോൾ അവൻ്റെ തലയിൽ അഗ്നി ഉണ്ടാകും, തീ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ജെയിംസ് വ്യാഖ്യാനിച്ചു. അത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച് ആ വ്യക്തി ഒരു രൂപാന്തരത്തിലേക്ക് കടന്നു വരും എന്നാണ് ജെയിംസ് പറയുക. വലിയ സന്തോഷമുണ്ട്. ഇനി നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം അല്ലേ? സ്മിത അതിരമ്പുഴയിൽ നിന്ന് എഴുതുന്നു. പ്രിയപ്പെട്ട അച്ഛ, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ്. എൻ്റെ അപ്പൻ തികഞ്ഞ മദ്യപാനിയും പുകവലിക്കാരനുമാണ്. ദിവസവും മദ്യപിച്ച് വീട്ടിൽ വന്ന് അമ്മയോടും എന്നോടും ചേച്ചിയോടും വഴക്കിടും. എന്നെ പഠിക്കാൻ പോലും സമ്മതിക്കില്ല. മദ്യപിച്ചാൽ പിശാചു ബാധിച്ചതുപോലെയാണ്. എനിക്കിപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നില്ല. എൻ്റെ ചേച്ചിക്ക് ചെറുപ്പത്തിൽ ബ്രെയിൻ ട്യൂമർ വന്നത് സുഖപ്പെട്ടതാണ്. എങ്കിലും ഓർമ്മ കുറവായതിനാൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ മദ്യപാനം മൂലം ഞങ്ങളുടെ കുടുംബം ആകെ വിഷമത്തിലാണ്. ഇത് മാറുവാനായി അച്ഛൻ പ്രാർത്ഥിക്കുകയും ഇത് മാറ്റുവാൻ ആവശ്യമായ കാര്യങ്ങൾ ശാലോം ടിവിയിലൂടെ പറഞ്ഞു തരുകയും ചെയ്യാമോ? സ്മിത മോളെ പ്രശ്നം മനസ്സിലാവുന്നുണ്ട്. അപ്പൻ്റെ മദ്യപാനവും പുകവലിയും എത്രമാത്രം അപകടം ആ കുടുംബത്തെ നശിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ വിചാരിക്കുന്നതിലേറെ ഈ തിന്മ ദൂരവ്യാപകമാണ്. നമുക്ക് ചിലപ്പോൾ ഒരു ടി വിക്കകത്ത് ഡിസ്കഷൻ ഇഷ്യൂ ആണ്. മദ്യനിരോധനം വേണോ, മദ്യവർജനം വേണോ, ഏതാണ് നല്ലത്? ചർച്ച ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ എത്ര കുടുംബങ്ങളാണ് ഇതുകൊണ്ട് നശിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഈ കുട്ടിയെ കൊണ്ട് ഈ കത്തെഴുതിപ്പിച്ചതിൻ്റെ ചേതോവികാരം നമ്മൾ അറിയണം. കൊച്ചുകുട്ടിയാണ്. ഈ കുട്ടി ശാലോം ടിവിയിലേക്ക് കത്തെഴുതിയതിൻ്റെ ചേതോവികാരം നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രം മതി ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട്. അതുകൊണ്ടത് പിടികിട്ടണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. അത്രയേറെ മക്കൾ ഇക്കാര്യത്തിൽ വിഷമിക്കുന്നുണ്ട്. പറയുമ്പോൾ നമ്മൾ ഈസിയായിട്ടൊക്കെ പറഞ്ഞു പോകും, പക്ഷേ അവരുടെ ഉള്ളിൽ ഒത്തിരി വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണം.
മദ്യപാനം പാപമാണെന്ന് ബൈബിളിൽ 64 പ്രാവശ്യം പറഞ്ഞിരിക്കും. എന്നിട്ടും വേറെ ഒരു പാപം ഇത്രയും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ടും മനുഷ്യൻ ഇപ്പോഴും സംശയമൊക്കെ ചോദിക്കും, മദ്യപാനം പാപമാണോ, മദ്യപാനം പാപമാണോ? അതൊക്കെ എത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുമാണ് നമ്മൾ ഓർക്കണം. അതിനാൽ അതേപ്പറ്റി ആർക്കും സംശയം വേണ്ട. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ സ്വന്തം വാക്കുകളിൽ ഈശോ തന്നെ മദ്യാസക്തിയാകുന്ന കെണിയിൽ വീഴരുത് എന്ന് പറയുന്നുണ്ട്. പുകവലിയും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. 1 കൊരിന്തോസ് 3:16 മുതൽ 17 വരെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, അത് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു വച്ചിരിക്കുകയാണ്. പുകവലി നമ്മുടെ ശരീരത്തെ കൊല്ലുന്നു എന്ന് അറിയാത്തവരാരും കാണുകയില്ല. ആകയാൽ ഈ തിന്മയോട് വിട പറയണം എന്നതാണ് ഞാൻ പൊതുവായിട്ട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നതാണ്. വലിയൊരു തിന്മയാണ്, നമുക്ക് മാറ്റിവെക്കണം. ഇനി എനിക്ക് സ്മിതാമോളോട് ഇപ്പോൾ പറയാനുള്ളത്, പൊന്നുമോൾ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക. ഈശോ ഒരു മാനസാന്തരം ഉണ്ടാക്കും. അപ്പൻ്റെ ദുശ്ശീലം മാറുവാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പറ്റുന്നിടത്തോളം നന്നായി വാശിയോടെ പഠിക്കുക. നമ്മുടെ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കും. നമ്മൾ നിഷ്കളങ്കയല്ലേ, തമ്പുരാൻ കേൾക്കാതിരിക്കുകയില്ല. അതോടൊപ്പം തന്നെ പഠിക്കുക. പിന്നെ സ്മിതാമോളെ, എനിക്ക് ചില ചികിത്സകൾ ഒരുപക്ഷെ കൊടുക്കാൻ പറ്റിയതുണ്ട്. അത് അമ്മയോട് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്താൽ മതി. ചികിത്സകളെപ്പറ്റി ഒന്നും ഞാനിവിടെ പറയേണ്ടതില്ല, സാധിക്കില്ല. എങ്കിലും അത് അമ്മയോട് ആലോചിച്ച് അമ്മ വഴിയായിട്ടത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളോട് അത് വിശദമായി പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാൻ സൂചിപ്പിച്ചത്. മാത്രമല്ല അത് പ്രായോഗികമാക്കാനും പ്രയാസമാണ്. അമ്മ ഫോണിലൂടെ ഒന്ന് ബന്ധപ്പെട്ടാലും വിശദമായിട്ട് അച്ഛൻ പറഞ്ഞു തരാം. മകൾ നന്നായിട്ട് ഈശോയുടെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇവിടെ ഈശോയുടെ തിരുരക്തം അപ്പൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ തളിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥന നേരുകയാണ്. ജെയിംസ് എന്ത് പറയുന്നതിനെ പറ്റി? ഒരു കുഞ്ഞിൻ്റെ കത്താണ്, സങ്കടമാണ് അവളോട് നമ്മൾ പങ്കുവച്ചിരിക്കുന്നത്. ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ മേലാത്ത ഒരവസ്ഥ. ഈ മേലാത്ത ചേച്ചിയും ഈ മോളും അമ്മയും, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഒത്തിരി സംഭവങ്ങൾ അറിയാം. ഈ മദ്യപാനം മൂത്ത് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്ന അപ്പന്മാർ പ്രശ്നമുണ്ടാക്കി കഴിയുമ്പോൾ അതുങ്ങൾ വീടിന് പുറത്തായിരിക്കാം ഒരുപക്ഷെ കിടന്നുറങ്ങേണ്ടി വരിക. ഇങ്ങനെയുള്ള സങ്കടങ്ങളിൽ അവരെ സഹായിക്കുവാനായിട്ട് ഒരുപക്ഷെ അയൽക്കാർക്ക് പോലും സാധിക്കത്തില്ല. അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, എന്തിനിടപെടുന്നൊക്കെ ചോദിച്ച് ഈ മദ്യപാനി പ്രശ്നം ഉണ്ടാക്കേണ്ടത് നമുക്കറിയാം. പ്രഭാഷകൻ പറയുന്ന മദ്യപാനി കീറത്തുണി എടുക്കുകയാണ് നടക്കുക. അപ്പോൾ മദ്യപാനി തന്നെയല്ല ഇവിടെ, പിന്നെയോ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പോലും നല്ലൊരു ഭക്ഷണമോ വസ്ത്രമോ ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തെക്കുറിച്ച് അച്ഛൻ ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മോൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അതുപോലെ മോളും പ്രാർത്ഥിക്കുക ഈശോയോട്. മോളുടെ പ്രാർത്ഥന, നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും. തീർച്ചയായിട്ടും മോൾ നിഷ്കളങ്ക ജീവിതം നയിക്കുന്ന വ്യക്തിയല്ലേ. അപ്പം മോൾ പ്രാർത്ഥിക്കട്ടെ തൻ്റെ അപ്പന് വേണ്ടിയിട്ട്, അപ്പൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അത് ഒത്തിരി താമസിക്കാതെ കർത്താവ് മോളുടെ ജീവിതത്തിൽ ഇടപെടും. പ്രാർത്ഥിക്കാതെ ഈ പിശാച് പുറത്തു പോയില്ല. ഇതൊരു വലിയ സാത്താൻ്റെ ബന്ധനമാണ്, പൈശാചിക ബന്ധനത്തിലാണ് നടക്കുന്നത്. രോഗാവസ്ഥയാണ്, അതൊരു പൈശാചിക ബന്ധനവുമാണ്. പുറത്തു പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങളും പ്രാർത്ഥിക്കാം. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം നൽകുകയും ചെയ്യാം. ജെയിംസിൻ്റെ അഭിപ്രായത്തിൽ മോള് പ്രാർത്ഥിക്കുക ശക്തമായിട്ട്, അപ്പോൾ ആ ബന്ധനങ്ങൾ മാറും എന്നുള്ളതാണ് ജെയിംസ് പ്രധാനമായിട്ടും പറയുക. മിനി എന്ത് പറയുന്നു? സ്മിത മോളോട് പറയാനുള്ളത്, ഈ മദ്യപാനിയായ അപ്പനോട് ഈ മകൾക്ക് ഏറ്റവും നല്ല വെറുപ്പായിരിക്കും. സ്വാഭാവികമായിട്ടും മകൾ അപ്പനെ വെറുത്ത് തന്നെ ഇരിക്കുക. അപ്പം ആ വെറുപ്പിൻ്റെ അവസ്ഥയൊന്ന് മാറ്റിയിട്ട് അപ്പന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗുണം കിട്ടും. വെറുപ്പിട്ടുകൊണ്ട് എന്നെ അമ്മേനും ചേച്ചിനെ എല്ലാം ഉപദ്രവിക്കുകയാണല്ലോ, ഇത് ദുഷ്ടനായൊരു മനുഷ്യനാണ് എന്നൊക്കെയുള്ളൊരു ചിന്തയായി ഈ കൊച്ചു മനസ്സിലിരിക്കുന്നത്. അപ്പം ആ വെറുപ്പിൻ്റെ അവസ്ഥയൊന്ന് മാറ്റിയിട്ട് മകൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ, സ്നേഹിക്കാൻ, എന്നെ മദ്യമില്ലാത്ത സമയത്ത് കുറച്ചുകൂടെയൊക്കെ കൂടുതൽ സ്നേഹിച്ച്
ചെയ്ത ഒരു മാറ്റം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചാൽ എന്താണെങ്കിലും ഒരു മാറ്റം ലഭിക്കും. കുഞ്ഞിൻ്റെ വിഷമം തമ്പുരാൻ കാണുന്നുണ്ടല്ലോ. വനമൊരയിലെ ദൈവം ഉയർത്തുന്നു ആ വചനത്തിൽ നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥനയിലേക്ക് മുന്നേറാം. തീർച്ചയായിട്ടും മിനിയുടെ അഭിപ്രായം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അപ്പനോട് ഇതെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് ഈ കുഞ്ഞിന് സ്മിത മോൾക്ക് വെറുപ്പ് കാണും, ചെറിയൊരു വെറുപ്പ് ഉള്ളിൽ കാണും, വലിയ ആളല്ലെങ്കിലും. അപ്പോൾ അത് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന് കൃപ ലഭിക്കുക. ക്ഷമിച്ച് പ്രാർത്ഥിക്കാതിരുന്നാൽ തമ്പുരാൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുകയില്ല എന്നുള്ള ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അതാണ് മിനി ഹൈലൈറ്റ് ചെയ്തത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് മോളെ കത്തെഴുതിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശാലോം ടി പ്രേക്ഷകരെ, നിങ്ങളും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കൊച്ചു കുഞ്ഞിൻ്റെ വികാരം നമുക്കെല്ലാവർക്കും പെയിൻഫുള്ളാണ്, നമുക്കറിയാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാകുന്ന വലിയ ശക്തിയിൽ അദ്ദേഹത്തെ നമുക്ക് നേടാൻ പറ്റും, അങ്ങനെ ആ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവരെ സ്നേഹധീയമായ പൊന്നുതമ്പുരാനെ, അന്തോനിച്ചൻ്റെ കുടുംബത്തെ ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. അന്തോനിച്ചനെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അങ്ങ് അറിയുന്നു ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാൽ അസ്വസ്ഥപ്പെടുകയും ഒരുപക്ഷെ സുഹൃത്തെന്ന പോലും ധരിച്ചിരുന്ന വ്യക്തിയിൽ നിന്നും വഞ്ചന അനുഭവപ്പെടുകയും ചെയ്ത നിമിഷങ്ങൾ എല്ലാം മാറ്റി ആ പ്രശ്നം പരിഹരിക്കാനും സാമ്പത്തിക ഭദ്രത നേടുവാനും അവരെ അനുഗ്രഹിക്കണമേ. പിന്നെ ഞങ്ങളെ കൊച്ചുമകൾ സ്മിത മോളെ സമർപ്പിക്കുകയാണ്. ആ മകളുടെ വിഷമം അറിയുന്നു. ആ മകൾക്ക് ലഭിച്ച ദുർമാതൃക അത്ര വലുതാണ്. അതിൽ നിന്നും അവളെ മോചിപ്പിച്ച് അപ്പനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ അവൾക്ക് നൽകി അവളെ അനുഗ്രഹിക്കണമേ. ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിന് മദ്യപാനം നീക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com